Oscillation. In this video, we are going to discuss the important formulas of oscillation. T പറഞ്ഞാൽ time period, omega angular frequency, x displacement of particles from mean position, v velocity, a acceleration, k spring constant, m mass of the block, ms mass of the spring, f force, a amplitude, alpha initial phase or epoch, k kinetic energy, p potential energy, t total energy, r resultant amplitude, s resultant initial phase angle, fd damped force, b damping constant, ft external force, f0 amplitude of external force, omega d forced frequency, omega 0 natural frequency, I moment of inertia, c torsional constant. So, ആദ്യം തന്നെ ഇതിൽ പഠിക്കാനുള്ളത് periodic motion. A motion that repeat itself at regular interval of time is called periodic motion. അതായത് ഇപ്പോൾ ഒരു സ്വിങ് ഒരു ഊഞ്ഞാൽ ആട്ടുന്നത് എങ്ങനെയാണ്, ഒരു സൈഡിൽ പോയി തിരിച്ച് ആ സൈഡിലോട്ട് വന്ന് തിരിച്ച് ഈ സൈഡിലോട്ട് തന്നെ എത്തുന്നത്, അതിനെയാണ് നമ്മൾ എന്താ പറയുക മോഷൻ, ഒരു റിപ്പീറ്റീവ് മോഷൻ അല്ലേ. എ മോഷൻ ദാറ്റ് റിപ്പീറ്റ് ഇറ്റ് സെൽഫ് അറ്റ് റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈമിനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ. അതായത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ കണ്ടിട്ടില്ലേ, ഒരു റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ തിരിച്ചു വരും, അതന്നെ. ടൈം പീരീഡ്, ദ സ്മോളസ്റ്റ് ടൈം ഇൻ്റർവൽ ആഫ്റ്റർ വിച്ച് മോഷൻ റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ഇസ് കോൾഡ് ടൈം പീരീഡ്. അതായത് ഒരു സാധനം തിരിച്ച് അവിടെ വരെ എത്താൻ എടുക്കുന്ന സമയത്തിന്, അതിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ. In case of motion of particles move back and forth about fixed point throughout a force which is directly proportional to displacement but opposite in the direction of motion is called the simple harmonic motion. അതായത് നമ്മളൊരു സിമ്പിൾ പെൻഡുലത്തിനെ വലിച്ചിട്ട് റിലീസ് ചെയ്തിട്ട് ഫോർവേഡ് ബാക്ക്വേർഡ് അങ്ങനെ ഒരു റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിലാണ് മൂവ് ചെയ്യുന്നത്. അതിനൊരു ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട്. അതിനെയാണ് നമ്മൾ, അങ്ങനൊരു മോഷനാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. Amplitude, the maximum value of displacement from the equilibrium position is called amplitude. അതായത് ഇപ്പോൾ ഇതാണൊരു ഇത് മാക്സിമത്തിൽ പോയി ഇങ്ങനെയല്ല ഒരു പെൻഡുലം ഇവിടെ വരെയില്ല കേട്ടോ, ഇങ്ങനെയല്ല ഒരു പെൻഡുലം മൂവ് ചെയ്യുക, ഇങ്ങനെ വന്ന് തിരിച്ച് ഇവിടെ വരെ, ഇതാണ്. സോ ഇതിൻ്റെ മാക്സിമം വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം വരുന്നത് എവിടെയാണ്? ഇവിടെ അല്ലേ, ഇവിടെ 0 ആണ്, ഇവിടെയാണ് മാക്സിമം. ഇതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഇതൊരു എ ആണ്, ഇതും ഒരു എ ആണ്. Phase, the state of particle with respect to its position and direction of motion is called phase. അതായത് ഓരോന്നിൻ്റെ പൊസിഷനും അതിൻ്റെ ഡയറക്ഷനും അനുസരിച്ചിട്ടുള്ള ഇതിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് പാർട്ടിക്കിൾ ഇസ് സെഡ് ടു ബി ഇനീഷ്യൽ ഫേസ്. ഫ്രീ ഓസിലേഷൻ, വെൻ എ സിസ്റ്റം ഇസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് ഇപ്പോൾ ഇതാണൊരു സിസ്റ്റം ബോൾ എന്ന് വിചാരിക്കാം, ഇത് ഇവിടുന്ന് ഇങ്ങനെ പൊക്കി റിലീസ് ചെയ്തു, ഇത് ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനാണ്. ഇവിടുന്ന് റിലീസ് ചെയ്തിട്ട് അത് സെൻറ്റർ മീൻ പൊസിഷനിലോട്ട് വന്നു, പിന്നെയും ഇക്വിലിബ്രിയം പൊസിഷൻ, ഇങ്ങനെ മാറി വരുന്നു. അതിന് ഇറ്റ് ഓസിലേറ്റ്സ് വിത്ത് നാച്ചുറൽ ഫ്രീക്വൻസിയിൽ അതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ ഫ്രീ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഫോഴ്സ്ഡ് ഓർ ഡ്രിവൺ ഓസിലേഷൻ. ഫോഴ്സ്ഡ് ഓസിലേഷൻ, ഇഫ് എൻ എക്സ്റ്റേണൽ ഏജൻസി മെയിൻറ്റെയിൻ ദ ഫോഴ്സ്. ഇപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ഏജൻസിയാണ്, നേരത്തെ അത് സിമ്പിളായിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു, ഇപ്പം ഇതിങ്ങനെ വലിച്ച് ഇവിടെ കൊണ്ട് നിർത്തി, പിന്നെ അതിന് റിലീസ് ചെയ്തു. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്നു, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസി വന്നു, മെയിൻറ്റെയിൻ ദ ഓസിലേഷൻ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഫോഴ്സ്ഡ് ഓർ ഡ്രിവൺ ഓസിലേഷൻ. റെസൊണൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫിനോമിന ഓഫ് ഇൻക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് വെൻ ഡ്രൈവിംഗ് ഫോഴ്സ് ഇസ് ക്ലോസ് ടു ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി. നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ക്ലോസ് ആയിരിക്കുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് അപ്പോൾ ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡിനാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇൻക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് വെൻ ദ ഫോഴ്സ് ഇസ് ക്ലോസ് ടു നാച്ചുറൽ ഫ്രീക്വൻസി. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസും കൂടാണ് പറയാനുള്ളത്. ഇത് ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ഇനീഷ്യലി ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? F is equal to minus kx എന്നാണ്. അപ്പം എ നമുക്കറിയാം എന്താണ്, F/m അല്ലേ, അതെങ്ങനെ അറിയില്ലേ? F is equal to ma അല്ലേ, F is equal to ma ആയതുകൊണ്ടാണ് ആ ഒരു ഇക്വേഷൻ വന്നത്. അപ്പം F is equal to ma എന്ന് വെക്കുമ്പോൾ എ നമുക്ക് എന്ത് കിട്ടി? F/m കിട്ടും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എഫിനെ നമുക്ക് -kx, ആക്സിലറേഷന് -kx/m എന്ന് എഴുതാം. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, -ω² x എന്ന് എഴുതാം. ω² എന്ന് പറഞ്ഞാൽ എന്താണ്? k/m × x. k/m-നെയാണ് നമ്മൾ ω² ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ ഇതെന്തായിരിക്കും? ഒമേഗ എന്താണ്? √k/m. √k/m ആണ് എന്ത്? ω². പിന്നെ ടൈം പീരീഡ്.
ടൈം പീരീഡ് നമുക്കറിയാം 2π/ω. ഒമേഗ എന്താണ്? റൂട്ട് ഓഫ് k/m അല്ലേ? അപ്പോൾ തിരിച്ചിട്ടൂടെ ബൈ അല്ലേ? അങ്ങനെയാണ് എന്ത് വന്നത്? 2π√m/k വന്നത്. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ വലിക്കുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ. ഇപ്പം നമ്മൾ അങ്ങോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നതുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോടാണ് എന്ത് വരുന്നത്? ഇവിടെ ആ റിയാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വരുന്നത്. അപ്പോൾ ആക്സലറേഷൻ കിട്ടി. ഇനി നമുക്ക് ആക്സലറേഷനെ d²x/dt² എന്ന് എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം, d²x/dt² ഇസ് ഈക്വൽ ടു -ω²x എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷനായിട്ട് ഫോം ചെയ്യാം. d²x/dt² പ്ലസ് ω²x ഈക്വൽ ടു 0 എന്ന് എടുക്കാം. ആൻഡ് ഇവിടെ നമുക്ക് v ഈക്വൽ ടു വെലോസിറ്റീൻ്റെ ഇക്വേഷൻ ω ഈക്വൽ ടു √a² - x². ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ് കേട്ടോ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ω √a² - x² ആണ് വെലോസിറ്റി. എക്സ് എന്ന് പറയുന്നത് a sin ω t പ്ലസ് ആൽഫ എന്നായിരിക്കും, അല്ലെങ്കിൽ a sin kx പ്ലസ് ആൽഫ എന്നും പറയാം. ± ആൽഫ എന്നും കൊടുക്കാം. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ വെലോസിറ്റിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സംഭവം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ ഇക്വേഷനിൽ ഒന്ന് ഇട്ട് കൊടുക്കാനേ ഉണ്ടാവും, അത് അറിഞ്ഞില്ലെങ്കിലൊക്കെ പോയി. ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. പാർട്ടിക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം എക്സ്ട്രീം റൈറ്റ് നിന്നാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അവിടെ ഒരു ഇനീഷ്യൽ ഫേസ് ഡിഫറൻസ് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? എ കോസ് ആൽഫ ടി അല്ലെങ്കിൽ എ സൈൻ ആൽഫ ടി അല്ലെങ്കിൽ എ കോസ് ആൽഫ ടി എന്ന് കൊടുക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ എ കോസ് ഒമേഗ ടി എന്ന് കൊടുത്തു. ആംഗിൾ മെഷർഡ് ഫ്രം പോസിറ്റീവ് എക്സ് ആക്സിസ്. ഓക്കെ, സോറി, ഇപ്പോൾ പോസിറ്റീവ് എക്സ് ആക്സിസ് എവിടെ നിന്നാണെങ്കിൽ എ കോസ് ഒമേഗ ടി എന്നും, മീൻ പൊസിഷൻ സെൻട്രലാണെങ്കിൽ പാർട്ടിക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം സെൻട്രലിലാണെങ്കിൽ എ സൈൻ ഒമേഗ ടി എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ റൈറ്റിൽ നിന്നാണെങ്കിൽ ഒന്നെങ്കിൽ എക്സ്ട്രീം റൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്നാണെങ്കിൽ എ കോസ് ഒമേഗ ടി എന്നും, ഇനി മിഡ് പോയിന്റിൽ നിന്നാണെങ്കിൽ മീൻ പൊസിഷനിൽ നിന്നാണെങ്കിൽ എ സൈൻ ഒമേഗ ടി എന്നാണ് കൊടുക്കേണ്ടത്. അടുത്ത ഇക്വേഷൻ എനർജീൻ്റെ ഇക്വേഷനാണ്, എനർജി ഓഫ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എ സൈൻ ഒമേഗ ടി എന്നറിയില്ലേ? ഇപ്പം മീൻ പൊസിഷനിലായിരിക്കുമ്പം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ അല്ലേ? അതറിയില്ലേ? ½ ആണ് കൈനറ്റിക് എനർജി. ആൻഡ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്താണെന്നറിയാം? ω√a² - x² ആണെന്നറിയില്ലേ? അപ്പോൾ ഈ വി സ്ക്വയർ കൊടുത്താൽ ഇതെന്താകും? ഇതിനൊക്കെ സ്ക്വയർ ആകും. അപ്പോൾ എന്ത് വരും? ω² a² - x² എന്ന് വരും. ഓക്കെ, അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ½ mω² a² - x² എന്ന് എഴുതി. ഓക്കെ, അതിന് നമ്മൾ ½ mω² നമ്മൾ k ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ആൻഡ് വി ഗെറ്റ് ഫൈനൽ ഇക്വേഷൻ ½ k a² - sin² ഒമേഗ ടി എന്ന് കിട്ടും. എക്സ് എന്താണ്? എക്സ് പറഞ്ഞാൽ ഇനിഷ്യലി എ സൈൻ ഒമേഗ ടി എന്ന് കൊടുത്തു. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തു. ആൻഡ് ഫൈനലി വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആസ് ½ k a² cos² ഒമേഗ ടി. ½ k² a² ഒമേഗ ടി കിട്ടും. ഇനി പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയും ½ mω² അല്ലേ? ഇവിടെ എന്താണ്? പൊട്ടൻഷ്യൽ എനർജിക്ക് അവിടെ എന്തില്ല? ആംപ്ലിറ്റ്യൂഡ് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ½ mω² x² എന്ന് കൊടുക്കാം. ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ½ k a² sin² ഒമേഗ ടി എന്നാവും. അപ്പോൾ ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? ആഡ് ചെയ്താൽ മതി. കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. sin² ഒമേഗ ടി പ്ലസ് cos² ഒമേഗ ടി എന്താണ്? 1 അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, ½ k a² എന്ന് കിട്ടും. സോ ടോട്ടൽ എനർജി ½ k a² ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി ½ k a² sin² ഒമേഗ ടിയും കൈനറ്റിക് എനർജി ½ k a² cos² ഒമേഗ ടിയും ആയിരിക്കും. കൈനറ്റിക് എനർജി ആവറേജ് എന്ന് പറഞ്ഞാൽ 1/4, അതായത് ആവറേജ് എപ്പോഴും /2 അല്ലേ? അതുകൊണ്ട് 1/2 × 1/2 k a² അല്ലെങ്കിൽ 1/4 k a². അതുപോലെ തന്നെ ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജിയും വരുന്നത്. കമ്പാരിസൺ ഓഫ് 2 SHM. 2 SHMനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തത് x1 a1 sin ഒമേഗ ടി പ്ലസ് α1, അവിടുത്തെ ഫേസ് എന്താണ്? ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് α1. x2 ആകുമ്പം a2 sin ഒമേഗ ടി പ്ലസ് α2 ആയിരിക്കും. അപ്പോൾ രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്തു ടോട്ടൽ എക്സ് കിട്ടണമെങ്കിൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിസൾട്ടൻറ്റ് R കിട്ടണം. റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? അവിടെ ഉണ്ടാകുന്ന റിസൾട്ടൻറ്റ് √a1² + a2² + 2a1 a2 cos α1 -
ആൽഫ 2 ആയിരിക്കും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. പിന്നെ ടാൻ ആൽഫ ഈക്വൽ ടു A1 sin alpha 1 plus A2 sin alpha 2 divided by A1 cos alpha 1 plus A2 cos alpha 2. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ആരുടെ അത്ര ഇമ്പോർട്ടൻസ് ഇതിനില്ല. ഇനി സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എന്താണ്? 2π√L/g. L ഇതിൻ്റെ ലെങ്ത് ആണ് ആൻഡ് g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ടൈം പീരീഡ് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്, 2π√L/g. പെൻഡുലം ഇൻ എ ലിഫ്റ്റ്. പെൻഡുലം ഒരു ലിഫ്റ്റിലാണെങ്കിൽ, ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ എപ്പോഴും എന്താണ്? 2π√L/g എന്നായിരിക്കും. ഇനി ലിഫ്റ്റ് മേലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഞാനൊരു ലിഫ്റ്റിൽ കയറി, എൻ്റെ മോഷൻ മേലോട്ടാണ്, ഞാൻ മുകളിലത്തെ ഫ്ലോറിലോട്ടാണ് പോകുന്നതെങ്കിൽ ഒരു +a കൂടി ഉണ്ടാകും. അതായത് 2π√L/g+a ആയിരിക്കും. ഞാൻ താഴോട്ടാണ് പോകുന്നതെങ്കിൽ 2π√L/g - a ആയിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. ആൻഡ് ഇഫ് ദ ലിഫ്റ്റ് ഇസ് അണ്ടർ ഫ്രീ ഫാൾ. ഫ്രീ ഫാൾ ആണെങ്കിൽ അവിടുത്തെ എന്തായിരിക്കും? എ ഇൻഫിനിറ്റി ആയിരിക്കും. g - a എന്തായിരിക്കും? 0 ആയിരിക്കും പോവും. അങ്ങനെ എന്തായിരിക്കും? t ഇൻഫിനിറ്റി ആകും. അപ്പോൾ എന്തായിരിക്കും? ടൈം പീരീഡ് അവിടെ 0 ആയിരിക്കും. ഫ്രീ ഫാൾ ആകുമ്പം ഇത് 0 ആയി പോകും, ഈ ടേം 0 ആയി പോകും. അപ്പം ഡിനോമിനേറ്ററിൽ 0 വന്നാൽ ടൈം പീരീഡ് ഇൻഫിനിറ്റി ആകും. ടൈം പീരീഡ് ഇൻഫിനിറ്റി ആണെങ്കിൽ അവിടുത്തെ ടൈം എന്തായിരിക്കും? 0 ആയിരിക്കും. പെൻഡുലം ആക്സിലറേറ്റിംഗ് ഹൊറിസോണ്ടലി. അപ്പോൾ എന്താ പറയുക, ഒരു ലോറിയിൽ പോവുകയാണ്, പെൻഡുലം ഹൊറിസോണ്ടലിയാണ് ആക്സിലറേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 2π√L/g² + a² അല്ലെങ്കിൽ 2π√L/√g² + a² ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെക്കൻഡ് പെൻഡുലം ആണെങ്കിൽ അവിടുത്തെ ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ L എന്താണ്? g/π². L g/π² ആയിരിക്കും. പെൻഡുലം ഓഫ് ലാർജ് ലെങ്ത് ആണെങ്കിലോ ടൈം പീരീഡ് എന്താണ്? 2π√1/g × 1/L + 1/r ആയിരിക്കും. എന്താ വെച്ചാൽ പെൻഡുലത്തിൻ്റെ ലെങ്ത് കൂടുതലാണെങ്കിൽ ഈ ഇക്വേഷനാണ്. പക്ഷെ ഇതൊന്നും പൊതുവെ ചോദിക്കാറില്ല, എന്നാലും ജസ്റ്റ് പഠിച്ചു വെക്കാം. L ഇൻഫിനിറ്റ് കുറേ വലുപ്പമുണ്ടെങ്കിൽ ഇതാണ് ആൻസർ, 2π√r/g ആയിരിക്കും. r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. 84.6 മിനിറ്റ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ടൈം പീരീഡ്. കോമ്പൗണ്ട് പെൻഡുലം ആണെങ്കിൽ എന്താണ്? 2π√I/mgl ആയിരിക്കും. I മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ്, m മാസ് ഓഫ് ദി ബോഡിയാണ്, g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും, L ലെങ്ത്തും ആയിരിക്കും. ടോർഷണൽ പെൻഡുലം ഇങ്ങനെ കറങ്ങുന്ന ഇതാണെങ്കിൽ, ഇതുപോലെ കറങ്ങുന്നതാണെങ്കിൽ 2π√I/c ആയിരിക്കും. I മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും c ടോർഷണൽ കോൺസ്റ്റൻറ്റും ആയിരിക്കും. ഇനി മോഷൻ ഓഫ് എ ബോൾ ഇൻ എ ടണൽ ത്രൂ ദ എർത്ത്. അതായത് ഒരു ബോൾ ഇവിടെ നിന്നിട്ട് എർത്തിനെ റേഡിയസ് ആക്കി ഇങ്ങനെ എർത്തിനൊരു ടണലാക്കി വെച്ചു. ഇപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് എർത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകാമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതേ ഇക്വേഷൻ കൊടുക്കാം. 2π√r/g അതായത് 84.6 മിനിറ്റ് ആയിരിക്കും ഒരു ടൈം പീരീഡ്. അതായത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ എത്തി തിരിച്ച് ഇവിടെ എത്താനുള്ള ദൂരം എന്ന് പറയുന്നത് 84.6 മിനിറ്റ് ആയിരിക്കും. ഓസിലേറ്റിംഗ് ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി ഇൻ എ ലിക്വിഡ്. ഒരു ലിക്വിഡിൽ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്, ഒരു ഓസിലേറ്റിംഗ് ബോഡി ലിക്വിഡിൽ ഫ്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π√h/ρs/g(ρl) ആയിരിക്കും. ഓക്കെ, ഇനി ഓസിലേറ്റിംഗ് ഓഫ് എ ലിക്വിഡ് കോളം ഇൻ എ വി ട്യൂബ്. ഒരു വി ട്യൂബിലാണെങ്കിൽ T = 2π√h/g ആയിരിക്കും. ഇതൊന്നും സത്യത്തിൽ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് അഥവാ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എഴുതാണ്ടിരിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് എങ്കിലും ഓർമ്മിച്ച് വെക്കാം. സിമ്പിൾ പെൻഡുലം ഇൻ ഒരു ലിക്വിഡ്. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം ലിക്വിഡിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ ടൈം പീരീഡ് 2π√L/g × ρs - ρl. അതായത് റോസ് എന്ന് പറയുന്നത് സോളിഡിൻ്റെ ഡെൻസിറ്റിയും L ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. ഓക്കെ, അത് സ്പ്രിംഗ് സിസ്റ്റം. ഇവിടെ നമുക്കറിയാം F - kx ആണെന്നറിയാം, ω√k/m ആണ് നേരത്തെ പഠിച്ചു. ആൻഡ് ഇഫ് സീരീസിലാണെങ്കിൽ 1/k എഫക്റ്റീവ്. ഇതാണ് സീരീസിൻ്റെ ഫോർമുല കേട്ടോ. ഇപ്പോൾ സീരീസിൽ വരുവാണെങ്കിൽ 1/k എഫക്റ്റീവ് = 1/k1 + 1/k2 ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ബൾബ് പാരലലും സീരീസിലും, റെസിസ്റ്റർ പാരലലും സീരീസിലും വെക്കാറില്ലേ? അപ്പം പാരലൽ ആണെങ്കിൽ എന്താണ്?
1/r is equal to 1/r1 plus 1/r2 അല്ലേ. അതുപോലെ തന്നെ സ്പ്രിങ്ങിന് സീരീസിലാകുമ്പോഴാണ് 1/k equal to 1/k1 plus 1/k2. പാരലൽ ആണെങ്കിൽ k എഫക്റ്റീവ് k1 plus k2 ആയിരിക്കും. ഓക്കെ, അത് മാറിപ്പോകുന്നത് രണ്ടിലും കൂടി. ഓക്കെ, ഇഫ് ദ മാസ് ഓഫ് ദ സ്പ്രിങ് ms കൺസിഡേർഡ്, സ്പ്രിങ്ങിൻ്റെ മാസം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π√m plus ms/3/k ആയിരിക്കും. m plus ms/3/k. റെഡ്യൂസ്ഡ് മാസ് എന്ന് പറയുമ്പോൾ ടൈം പീരീഡ് 2π√mr/k ആയിരിക്കും. റെഡ്യൂസ്ഡ് മാസാണ് mr കണ്ടുപിടിക്കേണ്ടത് m1 m2/m1 plus m2 ആയിരിക്കും. ഓക്കെ, ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π√mr/k ആയിരിക്കും റെഡ്യൂസ്ഡ് മാസ് വരുമ്പം. ഡാംപ്ഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഡാംപ്ഡ് ഫോഴ്സ് പ്ലസ് ഇനി സാധാ ഫോഴ്സ് ആയിരിക്കും. എം എന്ന് പറയുന്നത് -bv - kx. bv പറഞ്ഞ ഡാമ്പിങ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ m d²x/dt² എന്ന് പറഞ്ഞാൽ -b dx/dt -kx ആയിരിക്കും. ആൻഡ് ഫൈനലി നമുക്ക് എക്സ് എങ്ങനെ കിട്ടും? m d²x/dt² പ്ലസ് b dx/dt പ്ലസ് kx 0 ആയിരിക്കും. എക്സ് എന്താണ്? ae⁻−bt/2m. ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. ഡാംപ്ഡ് ഓസിലേഷൻ്റെ സമയത്തുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ae⁻−bt/2m cos ωt plus 5. ഒമേഗ ഡാഷ് എന്ന് പറഞ്ഞാൽ √k/m - b/2m² ആയിരിക്കും. അതായത് ഒമേഗ ഡാഷ് എന്ന് പറഞ്ഞാൽ √k/m - b/2m² ആയിരിക്കും. നമുക്ക് ടൈം പീരീഡ് എങ്ങനെ കൊടുക്കാം? 2π/√k/m - b/2m എന്ന് കൊടുക്കാം. ഓക്കെ, ഇതായിരിക്കും ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫോഴ്സ്ഡ് ഓസിലേഷൻ ആൻഡ് റെസൊണൻസ്. ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ft = f0 cos ωt ആയിരിക്കും. എൻ്റെ എക്സിൻ്റെ ഇക്വേഷൻ അപ്പോൾ എന്ത് കിട്ടും? m d²x/dt² പ്ലസ് b dx/dt പ്ലസ് kx = f0 cos ωt ആയിരിക്കും. ഫോഴ്സ്ഡ് ഓസിലേഷൻ അല്ലെങ്കിൽ ഇവിടെ 0 ആയിരുന്നു. ഫോഴ്സ്ഡ് ആകുമ്പം എന്താ റെസൊണൻസ് വരുമ്പം ഇവിടെ എന്തുണ്ട്? f0 cos ωt വരും. അപ്പം എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? a cos ωdt പ്ലസ് 5. എ പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എ പറഞ്ഞാൽ f0/m² ω²-ωd² പ്ലസ് ωd²b² റേസ്റ്റ് 1/2. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു റൂട്ട് ഇട്ട് കൊടുക്കാം. ഈ ഹാഫിനെ പോക്കിയിട്ട് റൂട്ട് ഇട്ട് കൊടുക്കാം. f0/√m² ω²-ωd² പ്ലസ് ωd²b² ആയിരിക്കും. v0 ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ആൻഡ് സ്മോൾ ഡാമ്പിംഗ് ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഫാർ ഫ്രം നാച്ചുറൽ ഫ്രീക്വൻസി ആണെങ്കിൽ ഇക്വേഷൻ നോട്ട് ചെയ്യുക. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് f0/m ω²-ωd² ആയിരിക്കും. ഡ്രൈവിംഗ് ഫ്രീക്വൻസി ക്ലോസ് ടു നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. a = f0/ωd/b ആയിരിക്കും. പിന്നെ ഇതിലുള്ള കുറച്ച് ഗ്രാഫുകളാണ്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക സിമ്പിൾ ഹാർമോണിക് മോഷനിൽ. -kx അല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പോസിറ്റിൽ സ്ട്രെയിറ്റ് ലൈൻ വന്നത്. ഇനി എക്സ് = a sin ωt, വെലോസിറ്റി ω(a cos ωt), ആക്സലറേഷൻ -ω² a sin ωt ആണെങ്കിൽ ഇത് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. വെലോസിറ്റിൻ്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെയായിരിക്കും. ആക്സലറേഷൻ്റെ ഗ്രാഫ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി എക്സ് a cos ωt, v -ω a sin ωt, a -ω² a cos ωt ആണെങ്കിലും ഇതേപോലെ ആയിരിക്കും. മാറിപ്പോരുത് കണ്ടോ. പിന്നെ എല്ലാ ദിവസവും റിവൈസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യുക. എല്ലാ ദിവസവും പ്രീവിയസ് ഇയർ ഒരു 3 hour പ്രോബ്ലം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ എല്ലാ പോർഷൻസും അതുപോലെ പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.